എല്ലാവർക്കും നമസ്കാരം. ഉത്രാടം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ഉത്രാടം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. വ്യാഴത്തിൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് ഉത്രാടം. അതുകൊണ്ട് ഉത്രാടം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് വ്യാഴം നക്ഷത്രാധിപനായ പുണർതം, വിശാഖം, പൂരുട്ടാതി എന്നീ നാളുകളിൽ ജനിച്ചവരും വ്യാഴം രാശിയധിപനായ ധനു, മീനം എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവരുമാണ്. അതായത് വ്യാഴഗ്രഹത്തിന് അധ്യാപനം, ആത്മീയം, സന്താനങ്ങൾ തുടങ്ങി പല കാരകങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് പുണർതം, വിശാഖം, പൂരുട്ടാതി എന്നീ നാളുകാരും ധനു, മീനം രാശി ലഗ്നങ്ങളിൽ ജനിച്ചവരും ഉത്രാടം നാളുകാർക്ക് നൽകുക. ഈ നാളുകളിലോ രാശികളിലോ ജനിച്ചവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് സഹായിക്കുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നാളുകളിലും രാശികളിലും ജനിച്ചവരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഉത്രാടം നാളുകാരുടെ ജാതകത്തിൽ വ്യാഴം നീചരാശിയിലോ 6, 8, 12 ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പുത്രദോഷം, ധനനഷ്ടം, കടബാധ്യത, ഉദരസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ചെറിയ കുട്ടികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും ഗുരുതുല്യരായ വ്യക്തികളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്രാടം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.